നമസ്കാരം, ഞാൻ അനൂപാണ്. ഞാനിവിടെ ഒരു ചെറിയ കിണിക്കൂട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സാധാരണ നമ്മുടെ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് PVC പൈപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കിണിക്കൂടാണ് ഇത്. നമ്മളെ വീടിൻ്റെ ഭിത്തികളിലൊക്കെ ചെറുതേനീച്ചകൾ ഉണ്ടെങ്കിൽ ആ ഭിത്തികൾ പൊളിക്കാതെ ആ ചെറുതേനീച്ചകളെ നമുക്ക് എങ്ങനെ ഇത്തരം കോളനികളിലേക്ക് ആക്കാം എന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് 50% മാത്രമാണ്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ചെയ്യുന്നത് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് PVC പൈപ്പ് നെടുകെ മുറിച്ച് അതിനെ യോജിപ്പിച്ച് വെച്ച് 2 സൈഡിലും എൻഡ് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ പൈപ്പ് മാതൃകോളനിയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ആ പൈപ്പ് വഴി ഈച്ചകൾ ഈ എൽ ഷേപ്പിലുള്ള എൻട്രൻസ് വഴി അകത്തേക്കും അതുവഴി പുറത്തേക്കും പോകും. അങ്ങനെയാണ് ഈച്ചകളുടെ സഞ്ചാരം വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. 2 സൈഡും എൻഡ് ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി മുറിച്ചെടുത്ത പൈപ്പ് അത് നമുക്ക് തുറന്ന് നോക്കാം. 2 പീസാണ്. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ 2 സൈഡിൽ 2 വശങ്ങളിലും 3 ചെറിയ PVC കഷ്ണങ്ങൾ സോൾവെൻറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അത് ഒട്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകാണ്ടിരിക്കാനാണ്. ഇതാണ് സാധനം. മറ്റേത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് സ്ലിപ്പായി പോകാണ്ടിരിക്കും. ഇങ്ങനെ 2-3 PVC പീസുകൾ നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ നടുഭാഗത്ത് 2 സൈഡിലും ഓരോ പീസായാലും മതി. ഇപ്പം ഇവിടെ ഞാൻ 3 വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് ഈസി ആയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ജോയിൻ്റ് ആയി കിടന്നോളും. ആ പീസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ തെന്നി പോവില്ല. അവിടെ കറക്റ്റായിട്ട് അവിടെ ജോയിൻ്റായിട്ട് നിൽക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. പിന്നെ അതൊരു ഡ്രിപ്പിനുള്ള എൽബോ ആണ്. എൽബോ വേണമെന്നില്ല, നമ്മുടെ PVC കണക്ടർ യൂസ് ചെയ്താലും മതി. എനിക്ക് അവിടെ എൽബോ ആണ് ഇന്ന് കിട്ടിയത്. അത് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും അടഞ്ഞിരിക്കും. ഇതുപോലെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ 2 സൈഡും എൻഡ് ഗ്യാപ്പും കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ഈ ഭാഗം മറ്റേ ഭാഗത്തും കൂടെ എൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വെളിച്ചം തീരെ അകത്തേക്ക് പ്രവേശിക്കുകയില്ല. ഇതാണ് കൂടിൻ്റെ സ്ട്രക്ചർ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളനിയാണ് ഇത്. എൻഡ് ഗ്യാപ്പ് നമ്മൾ ഗമ്മൊന്നും പശയൊന്നും ഇട്ട് ഒട്ടിക്കുന്നില്ല. കാരണം അതിന് പകരം ഒരു സൈഡിലുള്ള മുകളിലുള്ള എൻഡ് ഗ്യാപ്പിൻ്റെ മുകളിൽ OHP ഷീറ്റ് വെച്ചിട്ടുണ്ട് കവർ ചെയ്യും. എന്നിട്ടാണ് എൻഡ് ഗ്യാപ്പ് വയ്ക്കുക. അതായത് കിണിക്കൂട് വിജയിച്ചോ എന്നറിയാനായിട്ട് നമ്മൾ ആ എൻഡ് ഗ്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ആ OHP ഷീറ്റ് കൂടെ നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഈ കോൺക്രീറ്റിൻ്റെ സൈഡിലാണ് ചെറുതേനീച്ച കോളനി ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ആകർഷിച്ചിട്ട് ഈ PVC കൂട്ടിലേക്ക് മാറ്റാനുള്ള പ്രോഗ്രാമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് തെർമോകോൾ ഷീറ്റ് കൂടെ പൊതിയും, ചൂട് ഏൽക്കുന്നത് കുറയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു അരയടിയോളം പൈപ്പ് നമ്മൾ വെച്ചിട്ട് മാതൃകോളനിയായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തെർമോകോൾ വെച്ച് ഒട്ടിച്ചതിന് ശേഷമുള്ള കോളനി. ഇതിനകത്ത് ഉള്ളിൽ അകത്തേക്ക് ഒട്ടും തന്നെ പ്രകാശം കയറുന്നില്ല. ഇതിങ്ങനെ കുത്തി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കിടത്തി വെച്ചിട്ടോ നമുക്ക് ഈ പൈപ്പ് മാതൃകോളനിയായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് വഴി ഈച്ചകൾ നമ്മുടെ ഈ PVC കൂട് വഴി വന്ന് അടിയിലുള്ള എക്സിറ്റ് വഴി പുറത്തേക്ക് പോകും. അതുവഴി തന്നെ അകത്തേക്ക് വരികയും ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂടാണ്. ഇതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ 2 ഭാഗത്തും OHP ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ OHP ഷീറ്റ് വെച്ച് നമ്മൾ എൻഡ് ഗ്യാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാതെ തന്നെ കിണിക്കൂട് വിജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. എൻഡ് ഗ്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒട്ടും പ്രകാശം ഉണ്ടാവില്ല. അകത്തുള്ള വൈറ്റ് പൈപ്പ് എന്തെങ്കിലും വെച്ച് ചുറ്റി കൊടുക്കണം. കറുത്ത ടാപ്പ് എന്തെങ്കിലും വെച്ച് ചുറ്റി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മോഡൽ. ഇതിനകത്ത്
ചെറുതേനീച്ച കോളനി നമുക്ക് ഇതുപോലെയുള്ള കോൺക്രീറ്റ് സ്ലാബിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് നമുക്ക് എളുപ്പം ഉപകരിക്കും. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതവിടെ കണക്ട് ചെയ്തിട്ട് വൈകുന്നേരത്തോടുകൂടെ സന്ധ്യയോടുകൂടെ അവിടെ കണക്ട് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വരെ അത് വിജയിച്ച് കിട്ടും. ഇത് അത്തരത്തിലുള്ള ഒരു കൂടാണ്. ഇതിന് ഡയറക്റ്റ് വെയിലടിക്കുന്നത് കൊണ്ട് ചൂട് കൂടുതൽ ആവാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് തെർമോക്കോൾ ഷീറ്റ് കവർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കോളനിയാണ്. ഇതിനകത്ത് എൻഡ് ഗ്യാപ്പിനകത്താണ് ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന കോളനിക്കകത്ത് എൻഡ് ഗ്യാപ്പിലല്ല, പകരം പൈപ്പിൽ തന്നെയാണ് ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഒരു ഫുള്ളായിട്ടുള്ള കിണിക്കൂട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനകത്ത് നിറച്ചും തേനും മുട്ടയും പൂമ്പൊടിയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.